നമസ്കാരം. ഇന്ന് മലയാള സിനിമ ലോകമെങ്ങും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിന്റെ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിന്റേജ് മോഹൻലാലിന്റെ അതിശക്തമായ തിരിച്ചുവരവ് തുടരുമെന്ന സിനിമയിലൂടെ മലയാളികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കാണാൻ കാത്തിരുന്നത്, അറിയാൻ കാത്തിരുന്നത്, അനുഭവിക്കാൻ കാത്തിരുന്നത് അതിമനോഹരമായി തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് സിനിമാ പ്രേമികൾ. തുടരുമെന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മനഃപൂർവ്വം ഞാൻ വിട്ടുപോയതാണ് സ്പോയിലേഴ്സ്. അത് പറയേണ്ടതില്ല. നിങ്ങൾ ഓരോരുത്തരും ചിത്രം നേരിട്ട് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് അന്ന് ഞാൻ ഒഴിവാക്കിയ സ്പോയിലേഴ്സിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഉറപ്പുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഇതിനോടകം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും തുടരുമെന്ന സിനിമ കണ്ടിട്ടുണ്ടാകും. തുടരുമെന്ന സിനിമ ആരംഭത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുന്നത്. ആരംഭത്തിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ, പ്രളയം കാണിക്കുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിന്റെ പ്രസക്തി എന്താണ് എന്നറിയാതെയാണ് നമ്മൾ ആ രംഗം കാണുന്നത്. പക്ഷേ സിനിമയുടെ പിന്നീടുള്ള ഇവല്യൂഷനുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഉരുൾപൊട്ടലിലാണ് ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയ ആ രഹസ്യം പുറത്തു വരുന്നത്. ആരും അറിയില്ലെന്ന് കരുതി മൂടി വെച്ചത്, ഒളിച്ചു വെച്ചത് ലോകത്തിന് മുൻപിൽ വെളിപ്പെടുന്നത് ആ ഒരു ഉരുൾപൊട്ടലിലൂടെയാണ്. ഇത് സംവിധായകന്റെ ബ്രില്യൻസ് ആണ് എന്ന് പറയാതിരിക്കാനാവില്ല. മറ്റൊന്ന്, മലയാള സിനിമയ്ക്ക് എന്നോ കൈമോശം വന്ന ഒരു വില്ലൻ, സുന്ദരനായ ആകർഷകമായ വ്യക്തിത്വമുള്ള, വളരെ സന്തോഷത്തോടെ ഇടപെടുന്ന നായകനെന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നിയേക്കാവുന്ന തരത്തിലുള്ള ഒരു വില്ലൻ. യഥാർത്ഥത്തിൽ ഇതല്ലേ സ്വാഭാവികം? വില്ലന്മാരൊക്കെ കൊമ്പൻ മീശ പിരിച്ചോ, തല മുട്ടയടിച്ചോ, കയ്യിലും ദേഹത്തുമൊക്കെ ടാറ്റു കുത്തിയോ, സദാസമയവും തോക്കും കഠാരയുമായി നടക്കുന്നവരാണോ നിത്യജീവിതത്തിൽ? അല്ല എന്നതാണ് സത്യം. പലപ്പോഴും ഷേക്സ്പിയർ പറഞ്ഞതുപോലെ മുഖത്തെ പുഞ്ചിരി ഉള്ളിലുള്ള കാപട്യത്തെ മറയ്ക്കുന്ന രീതിയിലായിരിക്കും. ജോർജ് സാർ എന്ന പ്രകാശ് വർമ്മ അവതരിപ്പിച്ച വില്ലൻ അസാധ്യമായൊരു കഥാപാത്രമാണ്. ഹലോ എന്ന് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആളുകളെ സമീപിക്കുന്ന അയാൾ അതിഭീകരനായ, നിഷ്ഠുരനായ, നിർദ്ദയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുമാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും പലയിടത്തായി ആവർത്തിക്കപ്പെട്ട ഓണർ കില്ലിംഗ്, ദുരഭിമാന കൊല നടത്താൻ അയാൾ തയ്യാറാകുന്നു. ആരാണ് ആ പയ്യൻ എന്ന് അറിഞ്ഞിട്ട് തന്നെ. ആരുമായിക്കൊള്ളട്ടെ, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കശക്കി എറിയാൻ അയാൾക്ക് യാതൊരു മടിയും ഉണ്ടാവുന്നില്ല. മറ്റൊരു എടുത്തു പറയേണ്ടുന്ന വസ്തുത, കഥയിൽ ഒളിപ്പിച്ചു വെച്ച ചില സസ്പെൻസുകളാണ്. പവി എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മോഹൻലാലിന്റെ സ്റ്റെപ്സൺ ആണ് എന്ന് നമ്മൾ അറിയുന്നത് കഥാന്ത്യത്തിലാണ്. മാത്രമല്ല, ശോഭനെ അവതരിപ്പിക്കുന്ന ലളിത എന്ന കഥാപാത്രം, അവരുടെ രണ്ടാമത് ഭർത്താവാണ് മോഹൻലാൽ എന്ന് നമ്മൾ അറിയുന്നതും അങ്ങനെ തന്നെ. എന്ന് വേണ്ട, പവിയുടെ ചങ്ങാതിയായ ആ പട്ടിക്കുട്ടിക്ക് പോലും ഉണ്ടൊരു ചരിത്രം. ഒരിക്കൽ പെരുമഴയത്ത പട്ടിക്കുട്ടിയെ തോളിലേന്തി നിസ്സഹായനായി നിന്ന ആ കുട്ടിയെ, പവിയെ, സ്നേഹവാത്സല്യങ്ങളോടെ തന്റെ ജീവിതത്തിലേക്ക് മോഹൻലാൽ സ്വീകരിക്കുമ്പോൾ അതോടൊപ്പമാണ് ആ പട്ടിക്കുട്ടിയെയും സ്വീകരിച്ചത്. ആ പട്ടിക്കുട്ടിക്ക് സഹിക്കാനാവുന്നില്ല വർഷങ്ങൾക്ക് ശേഷം തന്റെ ആത്മമിത്രത്തിന്റെ വേർപാട്. ഇനി മറ്റൊരു സംവിധായകന്റെ ബ്രില്യൻസ് എന്ന് പറയാവുന്ന, അഥവാ നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ടുന്ന കാര്യം, മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണ്. ഷൺമുഖം എന്ന കഥാപാത്രം വെറും ഒരു ടാക്സി ഡ്രൈവർ മാത്രമല്ല. ഒരു ടാക്സി ഡ്രൈവർ മാത്രമാണെങ്കിൽ ഇത്ര ഗംഭീരമായ ഒരു ഫൈറ്റ് നടത്താൻ അയാളെ കൊണ്ടാവില്ല എന്ന് നമ്മൾ സംശയിച്ചു പോകും. ആവൂ, കണ്ണഞ്ചി പോകുന്ന, നമ്മൾ അത്ഭുതത്തോടെ കണ്ടിരിക്കുന്ന, ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന എഡ്ജ് ഓഫ് ദ സീറ്റ് ഫൈറ്റ് ആയിരുന്നില്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത്? തന്നെ കഴുത്തിൽ കുരുക്കിട്ട് കൊല്ലാൻ വന്നവരെ തോൽപ്പിച്ച് അവിടെ നിന്ന് ചാടി
സ്റ്റേഷനിലെ ഒരു മുറിയുടെ കണ്ണാടി ഭിത്തി തകർത്ത് SI എറിഞ്ഞിട്ട് പിന്നാലെ ചാടി വരുന്ന മോഹൻലാൽ. അദ്ദേഹത്തിന്റെ മുടി കാറ്റിൽ പറക്കുന്നു. ആ രംഗത്ത് ഫാനിട്ടിരുന്നില്ല എന്നും ആ ചാട്ടത്തിന്റെ തീവ്രതയിലാണ് മുടി പറന്നതെന്നും കൂടെ നിന്നവർ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. പക്ഷെ ഒരു ടാക്സി ഡ്രൈവർക്ക് ഇത്ര കൃത്യമായി 6-7 പേരെ അടിച്ചു വീഴ്ത്താനാവുമോ? ഇല്ലായിരിക്കാം. പക്ഷെ ഷൺമുഖം കേവലം ഒരു ടാക്സി ഡ്രൈവർ മാത്രമായിരുന്നില്ല. വർഷങ്ങളോളം 60-ൽ പരം നായക കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഡ്യൂപ്പായി സിനിമയിലെ ഫൈറ്റ് രംഗങ്ങളിൽ അഭിനയിച്ച പരിചയം, അതിന്റെ കൈത്തഴക്കവും മെയ്വഴക്കവും ഉണ്ട് ഷൺമുഖത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്റെ എതിരാളികളെ തോൽപ്പിക്കാൻ സാധിക്കുന്നത്. ബിനു പപ്പു അവതരിപ്പിച്ച SI ബെന്നിയുടെ കഥാപാത്രവും ക്രൗര്യം കൊണ്ടും സംശയം കൊണ്ടും മനുഷ്യത്വമില്ലായ്മ കൊണ്ടും ഒക്കെ ക്രൂരനാണെങ്കിലും വില്ലനാണെങ്കിലും ചില നിമിഷങ്ങളിൽ അയാളും പതറിപ്പോകുന്നുണ്ട്, അത്രയ്ക്ക് വേണമായിരുന്നോ എന്ന്. ചുരുക്കി പറഞ്ഞാൽ നിരവധി ആശ്ചര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച, കൗതുകങ്ങളും വിസ്മയങ്ങളും ഒളിപ്പിച്ചു വെച്ചൊരു സിനിമയാണിത്. ഇനി മറ്റൊന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ജോണി വാക്കർ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു രംഗം, ശാന്തമീ രാത്രിയിൽ എന്ന് വളരെ ജനപ്രിയമായ ഒരു പാട്ട്, ആ പാട്ടിന്റെ രംഗം അതുകൂടി ചേർത്തതോടെ ഈ നമ്മുടെ സിനിമയിൽ നിലവിലുള്ള താരാരാധനയും ആരാധകർ തമ്മിലുള്ള ഫൈറ്റും പോരടിക്കലും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സാന്നിധ്യം ഈ സിനിമ നമുക്ക് പകർന്നു നൽകുന്നു. മോഹൻലാലിന്റെ മുൻകാല ചിത്രങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത മനോഹരമായ ഡയലോഗുകൾ, ജനപ്രിയമായ രംഗങ്ങൾ, അതൊക്കെ ഈ സിനിമയുടെ മാറ്റുകൂട്ടുന്നു. ഇതാ ഇങ്ങനെ ആവണം ഒരു സിനിമ, മലയാളികൾ ആഗ്രഹിക്കുന്ന സിനിമ. ഞാൻ സസന്തോഷം ഈ സിനിമയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. 200 കോടി പിന്നിട്ട ഈ സിനിമ കൂടുതൽ വിജയം നേടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നല്ല നല്ല മലയാള ചലച്ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി.